ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂവപ്പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കൂവപ്പൊടി അളന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഏലക്ക പൗഡർ, 3 ശർക്കര. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇനി ആദ്യം നമുക്ക് കൂവപ്പൊടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു കപ്പ് കൂവപ്പൊടിയിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. കൂവപ്പൊടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെള്ളവും കൂവപ്പൊടിയും തമ്മിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ നന്നായി കലക്കി എടുക്കുക. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര നന്നായി ഒന്ന് ചെറുതാക്കി എടുക്കണം. പെട്ടെന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചെറുതാക്കി എടുക്കട്ടെ. ശർക്കര ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കൂവപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഗ്യാസിൽ വെക്കാം. ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നന്നായി തിളച്ച് വരട്ടെ. ഇനി നമുക്കിത് വേവോളം നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഒരു കുറുക്ക് രൂപത്തിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. കുറുക്ക് രൂപത്തിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് പായസം പോലെ ആക്കിയിട്ടും ഉണ്ടാക്കി കഴിക്കാം. കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു ഔഷധമാണ്. നമ്മുടെ മൂത്രശായ രോഗത്തിനൊക്കെ നല്ലതാണെന്ന് ഉമ്മൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. മൂത്രപ്പൈപ്പ്, മൂത്രത്തിൽ ചൂട്, ഇതിനൊക്കെ നല്ലതാണ്. ഈ പൊടി തിളപ്പിച്ച് കലക്കി കുടിച്ചാല് മാറും. ഇപ്പൊ നമ്മുടെ കുവയിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ ശർക്കര ഒക്കെ ഒന്ന് നന്നായി ഉരുകി വരട്ടെ. അതോടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇപ്പൊ ഇട്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കൂവപ്പൊടി വേവ് റെഡി ആയി വന്നിട്ടുണ്ട്. ചട്ടിയിൽ ഇങ്ങനെ ഒട്ടി പിടിക്കാത്ത ഒരു പരുവത്തിലായി വന്നാല് നമ്മുടെ കൂവപ്പൊടി വേവ് റെഡിയായി എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനൊന്നും മറക്കരുത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.